നമസ്കാരം പ്രിയപ്പെട്ട ജനങ്ങളെ, അതിഗൗരവമായ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ എത്തുന്നത്. ഈ തിരുവനന്തപുരം ജില്ല ഗുണ്ടാ മാഫിയകൾ കീഴടക്കിയിരിക്കുകയാണ്. സമൂഹത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ലഹരി മാഫിയകൾ കീഴടക്കിയിരിക്കുകയാണ്. ഒരു പ്രബോധനം ഇല്ലാതെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് രണ്ട് കുട്ടികളെ മർദ്ദിച്ച് ഒരു പ്രശ്നത്തിനും പോകാത്ത കുട്ടികളാണ്. 18ഉം 19 വയസ്സായ പിള്ളേരാ. ആയുധങ്ങളായിട്ട് തല നായിക്കാണ് ആ കുട്ടികൾ രക്ഷപ്പെട്ടത്. തലക്ക് മേലെയാണ് വെട്ടാൻ പോയത്. അത് കഴിഞ്ഞ് ഒരു സ്കൂട്ടറിൽ വന്ന ഒരു പയ്യനടിച്ച്, ഒരു പ്രബോധനം ഇല്ലാതെ. ഈ മനോജ് എന്ന് പറഞ്ഞ CC മനോജ്, SI കുമാർ. SI കുമാറിന്റെ വീടെന്ന് പറഞ്ഞാൽ മണക്കാടാണ്. ഈ മണക്കാടുള്ള SI കുമാർ എന്തിനാ ഈ ചെറിയോറ പറഞ്ഞത്? ഈ മനോജിന്റെ വീട്ടിൽ പറഞ്ഞ കാരണം എന്താ? പല ദേശങ്ങളിൽ ഇവർക്ക് ക്രിമിനൽ കേസുകളുണ്ട്, കൊലക്കേസ് വരെ ഉണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലേ? ജനങ്ങൾക്ക് നീതി തരേണ്ട ആരാണ്? ഇവിടുത്തെ പോലീസും കോടതിയും സർക്കാരുമാണ്. 2023 6 മാസം 30 തീയതി എന്റെ നേരെ വന്നതാ ഈ ക്രിമിനൽ ഗുണ്ടകൾ. ഒരു 2 പയ്യന്മാരെ കൊണ്ട് ഈ മനോജ് ക്രിമിനലിന്റെ വീട്ടിൽ കൊണ്ടിട്ട് മർദ്ദിച്ച് അതിൽ ഒരു പയ്യൻ രക്ഷപ്പെട്ട് റോട്ടിൽ കൂടെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ജനങ്ങൾ കൂടി. അന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന സമയമാണ്. അവിടെ നാട്ടുകാർ കൂടിയുണ്ടോ ഞാൻ ഇറങ്ങി ചോദിച്ചാൽ എന്താണ് കാരണം? അപ്പോൾ അവിടെ 2 പിള്ളേരെ കൊണ്ടിട്ട് ഇടിച്ച് അതിൽ ഒരു പയ്യൻ രക്ഷപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ആ പയ്യനെ പിടിച്ചോണ്ട് പറഞ്ഞു. അതെന്തെന്ന് ചോദിച്ചപ്പോൾ എന്റെ നേരെ ആയുധങ്ങളായിട്ട് വെട്ടാൻ വേണ്ടി വന്നതാ. എന്നെ കൊന്നുകളയോന്ന് വരെ പറഞ്ഞു. ഞാൻ എന്നിട്ട് കേസായിട്ടാണ് പോയത്. നീതി കിട്ടുമെന്നും പറഞ്ഞ് കേസായിട്ട് പോയി. അന്ന് ഈ ക്രിമിനൽ ഗുണ്ടയ്ക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്താണ് വിട്ടത്. ഇന്നലെ രാത്രി ഇന്നലെ 3 മണിക്ക് തൊട്ട് വൈകിട്ട് 4 മണിക്ക് നടന്ന സംഭവമാണ്. നമ്മൾ സ്റ്റേഷനിൽ കൊണ്ട് 3 കേസാണ് ഈ ക്രിമിനലുകളെ പേരിന് കൊടുത്തത്. 3 പേരാണ് ആക്രമിച്ചത്. എന്നിട്ട് പോലീസ് ഈ സത്യം നടന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലും പോലും വന്ന് തിരക്കിയിട്ടില്ല. പോലീസ് അന്വേഷിക്കാം ഈ ക്രിമിനൽ ഗുണ്ടകളാണ്. നമ്മൾ ക്രിമിനൽ ഗുണ്ടകളെ നമ്പർ പോലീസിന്റെ കൈ കൊടുക്കാൻ. അവരെ കയ്യിൽ നമ്പരില്ല. റൗഡി ലിസ്റ്റിലുള്ള ക്രിമിനൽ ഗുണ്ടകളാണ്. ഇതാരാ ഇവർ അഴിഞ്ഞാടാ പറഞ്ഞത്? ജനങ്ങൾക്ക് സ്വത്തിന് ജീവന് ആരാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഇവിടുത്തെ സർക്കാരും പോലീസാണ്. പോലീസ് പോലും കണ്ണടച്ച് കാണിച്ചു കൊടുത്ത ഇവർക്ക് പല സ്വാധീനങ്ങളും ഉണ്ട്. നീതി തരേണ്ട പോലീസ് വരെ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. നമ്മൾ പിന്നെ ആട്ടാ പോയി പരാതിപ്പെടേണ്ടത്? ജനങ്ങൾ ഇറങ്ങണോ? ഗുണ്ടകളെ ഒതുക്കാൻ ജനങ്ങൾ ഇറങ്ങണോ ഈ നാട്ടിൽ നിന്ന്? വെളിയിൽ നിന്നാണ് ഈ ഗുണ്ടകൾ വന്ന് ഇവിടെ താമസിക്കുന്നത്. എന്തിനാ ഇതിന്റെ ആവശ്യം? ഇവിടെ എന്താ നടക്കണത്? സമൂഹത്തിൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കണ്ടേ? നമുക്കൊന്ന് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഈ ക്രിമിനൽ ഗുണ്ടകളെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. കൊടുത്ത പരാതികൾ ഞാൻ ഈ വീഡിയോയോട് ഷെയർ ചെയ്യണം. മാന്യമായിട്ട് നടക്കണവരെ ജീവിക്കാൻ വിടൂല എന്ന് പറഞ്ഞ ഈ ഗുണ്ടകൾ ആരാ ഇതിന്റെ പിന്നിൽ? ആരാ സപ്പോർട്ട് ചെയ്യണത്? അപ്പൊ ഇവർക്ക് ലോക്കൽ സപ്പോർട്ടുണ്ട്. അല്ലാതെ ഇത്ര അക്രമങ്ങൾ ഈ നാട്ടിൽ നടത്തൂല. നീതി തരേണ്ടത് പോലീസാണ്. ജനങ്ങൾക്ക് പോലീസ് കണ്ണടച്ച നമ്മൾ എവിടെ പോകണം? വീട്ടിലിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. വീട്ടിന്റെ ഫ്രണ്ടില് ഒരു പ്രബോധനം ഇല്ലാതെ മദ്യലഹരിയിൽ വന്ന് ആയുധങ്ങളായിട്ട് വന്ന് ആക്രമിക്കാൻ വന്ന കളിച്ച് വീടുകൾ കയറിയാണ് ആക്രമിക്കുന്നത്. ഒരു ഹാനോക്ക് എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീട്ടിൽ ഒരു 2 ആഴ്ച ആയതുള്ളൂ ഈ ക്രിമിനൽ ഗുണ്ടകൾ കയറി ആയുധങ്ങളായിട്ട്. അവന്റെ അച്ഛൻ വികലാംഗനാണ്. മോനെ ഈ ഉടുപ്പട കയറി പിടിച്ച് വെട്ടിപ്പിടുത്തളയൊന്നും പറഞ്ഞ് നോക്കിയെന്നും പറഞ്ഞാണ് ഈ SI കുമാർ ക്രിമിനൽ ഗുണ്ടയെ നോക്കിയെന്നും പറഞ്ഞ്. നമ്മളെ ജീവന വരെ ഭീഷണി. നമുക്ക് പേടിയൊന്നുമില്ല. സത്യം വിളിച്ച് പറയുന്നതിന് പേടിയില്ല. നമ്മൾ അവരെയൊന്നും ചെലവിനല്ല കഴിയും. നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്നവരാ. പക്ഷെ പോലീസാണ് നമുക്ക് ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടത്.